ഏത് കാര്യമാണ് നിങ്ങളുടെ ഒപ്പം വരുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മാത്രം ചില ടൈമിൽ നമ്മൾ വന്ന് സിഗ്നലിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പച്ച കിട്ടും, ചിലപ്പോൾ ചില നേരത്ത്. ബാക്കി എല്ലാ 90% നമ്മൾക്ക് റെഡ് അല്ലേ വരിക. ഒരിക്കലും ഈ പ്രോസസ്സ് തീരാൻ പോകുന്നില്ല. മരിക്കുന്നത് വരെ നമ്മളെ തിരുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും വീണ്ടും ആഗ്രഹമുണ്ട് ഞാൻ ആ പഴയ ബിബിൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഊർജ്ജസ്വലനായിട്ട് വീണ്ടും ഗംഭീരമായിട്ട് തിരിച്ചു വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട്. അമ്മൂമ്മക്ക് എന്നെക്കാളും ഇഷ്ടം പൃഥ്വിരാജിനായിരുന്നു. അമ്മൂമ്മ എപ്പോഴും പറയും നല്ല മുടുക്കം പോനാണെന്ന്. ഒരു പടത്തിന് എഴുത്ത് മുതൽ ഷൂട്ട് ചെയ്ത് അത് റിലീസ് ഇറക്കുന്നത് വരെ ആ സിനിമ ഏറ്റവും നന്നാക്കാനാണ് അപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിധി അതാണെന്നേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? ആ പടം സത്യം പറഞ്ഞാൽ 2 പടം ബ്ലോക്ക് ബസ്റ്ററും എമണ്ടം പ്രേമകഥ ഹിറ്റുമാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ വിജയം നേടിയ സിനിമ എമണ്ടം പ്രേമകഥയാണ് എല്ലാ വേസിലും. പിന്നെ ഇപ്പോഴും ചാനലിലാണെങ്കിൽ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരുപാട് ഇതുള്ള. പക്ഷെ സിനിമ പിന്നെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ആക്കിയായിരുന്നെന്ന് തോന്നും. പക്ഷെ അത് നമ്മുടെ വെറുതെ തോന്നൽ മാത്രമല്ല. പ്രത്യേകിച്ച് അത് തോന്നലിട്ടൊരു കാര്യമില്ല. നമ്മൾ അടുത്ത സിനിമയിൽ അത് പാലിക്കാൻ നോക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിലെ കോമഡി എന്താണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ചു? ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യം പറയാം. നമ്മൾ ഒരു കാര്യം ചെയ്തു, നമ്മൾ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ പാഠങ്ങൾ നമ്മൾ അടുത്തതിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പം അതിൽ നമുക്കൊരു 10 പാഠം വേറെ കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പോൾ അതിൽ വേറെ 20 എണ്ണം കിട്ടും. ഒരിക്കലും ഈ പ്രോസസ്സ് തീരാൻ പോകുന്നില്ല. മരിക്കുന്നത് വരെ നമ്മളെ തിരുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. ഒരു അനുകൂല സാഹചര്യങ്ങളും എനിക്കെന്നല്ല, നിങ്ങൾക്കാണെങ്കിലോ ആർക്കാണെങ്കിലോ അങ്ങനെ കിട്ടുന്നില്ല. എല്ലാം വെട്ടിപ്പിടിക്കുന്നത് തന്നെയാണ്. എല്ലാം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നാൽ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒപ്പം എല്ലാ കാര്യം കൂടി ഒരുമിച്ച് വരുന്നില്ല. എല്ലാ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ പ്രതിസന്ധിയും ഇങ്ങനെയല്ല തരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ഇറങ്ങുന്നത് മുതൽ ഫ്രണ്ടിൽ വരുന്നൊരു കാറ് ബ്ലോക്ക് ആവുന്നത് മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് കാര്യമാണ് നിങ്ങളുടെ ഒപ്പം വരുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മാത്രം ചില ടൈമിൽ നമ്മൾ വന്ന് സിഗ്നലിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പച്ച കിട്ടും, ചിലപ്പോൾ ചില നേരത്ത്. ബാക്കി എല്ലാ 90% നമ്മൾക്ക് റെഡ് അല്ലേ വരിക, അവിടെ കിടക്കുന്നുള്ളവർ. അതിനെ നമ്മൾ വെയിറ്റ് ചെയ്ത് താണ്ടി സമയമെടുത്ത് ചിലപ്പോൾ ക്രോസ് ചെയ്യും. ചിലപ്പോൾ റെഡ് വീണാലും അല്ലെങ്കിൽ പച്ച വീണാലും നമുക്ക് വണ്ടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടാവും പതുക്കെ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒന്ന് പതുക്കെ ചവിട്ടി കൊടുക്കും. അങ്ങനെ തന്നെയല്ലേ മൊത്തം ലൈഫ്. അപ്പം ഞാൻ ലൈഫിനെ കാണുന്നത് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയും ഇനിയും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജത്തോടുകൂടിയും. എനിക്കതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴ്ന്നും പോകാറുണ്ട് കേട്ടോ. മീൻസ് ഈ ഒരു മൈൻഡ് എൻ്റെ ചെറുപ്പത്തിലുള്ള ആ ഊർജ്ജം എനിക്ക് ഇപ്പം ഉണ്ടാകുന്ന ചോദിച്ചാൽ കുറച്ചൊക്കെ ഇല്ല. കാരണം ഞാൻ കുറച്ച് സിനിമയിൽ വന്നതിന് ശേഷമൊക്കെ എനിക്ക് തോന്നുന്ന മനസ്സുകൊണ്ടൊക്കെ കുറേയൊക്കെ മാറിപ്പോയി. ഇപ്പം എനിക്ക് വീണ്ടും വീണ്ടും ആഗ്രഹമുണ്ട് ഞാൻ ആ പഴയ ബിബിൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഊർജ്ജസ്വലനായിട്ട് വീണ്ടും ഗംഭീരമായിട്ട് തിരിച്ചു വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട്. അതെനിക്ക് സൗഹൃദമാണ്. കുടുംബത്തേക്കാൾ കൂടുതൽ എനിക്ക് കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്താണ് എനിക്ക് ശീലവും. അപ്പോൾ എനിക്കെപ്പോഴും സൗഹൃദങ്ങൾ തന്നെയാണ്. അതെനിക്ക് തോന്നുന്നത് ഏതാണെങ്കിലും ഭാര്യമാരാണെങ്കിലും എല്ലാവരും പിണങ്ങുന്ന ഒരു കാര്യം അതാണല്ലോ. ഭർത്താവിൻ്റെ കൂട്ടുകാരാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന പോലെ. പക്ഷേ എൻ്റെ ഇതിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല കേട്ടോ. കാരണം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെയില്ല. എൻ്റെ കൂട്ടുകാർ കാരണം ചെറുപ്പം മുതൽ അവരിവിടെ തന്നെയാണ്, എൻ്റെ കൂടെ തന്നെയാണ് വളർന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് എനിക്ക് ഇവിടുത്തെ ഫ്രണ്ട്സ്. അമ്മച്ചിയാണെങ്കിലും ഗ്രേഷ്മയാണെങ്കിലൊക്കെ. ഇപ്പം നമ്മളിവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ വന്നവന്മാർ അടുക്കളയിൽ വന്ന് ഫുഡ് കൈയിട്ട് വാരി തിന്നുക എന്ന് പറയുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാരാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് എപ്പോഴും കൂട്ടുകാരായിട്ട് തന്നെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ അപ്പൂപ്പൻ നാടകം കളിക്കുന്നത് കണ്ടിട്ടില്ല, അപ്പിച്ചി നാടകം കളിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ അപ്പിച്ചി നന്നായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പിച്ചിയുടെ ഒരു പാട്ടും ജീവിതത്തിൽ മരിക്കുന്നവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം നന്നായിട്ട് പാടുമെന്ന് നാട്ടുകാർ പറഞ്ഞു, നിലമ്പതിഞ്ഞുമുള്ള ആളുകൾ പറഞ്ഞെനിക്കറിയാം. അപ്പൂപ്പൻ ചവിട്ട് നാടകത്തിൽ രാജാവിൻ്റെ പാർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് പുള്ളിനെ രാജാവ് എന്നാണ് അപ്പൂപ്പൻ അറിയപ്പെട്ടിരുന്നത് എൻ്റെ നാട്ടിൽ.
കാരണം പുള്ളി രാജാവിൻ്റെ വേഷമുള്ള വേറെ ഒന്നും കിട്ടില്ലായിരുന്നു. അത് പുള്ളിയുടെ എന്തോ ഒരു മൈൻഡായിരുന്നു, ഞാൻ രാജാവിലെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റായിരുന്നു. അപ്പോൾ അപ്പൂപ്പനെ അങ്ങനെ സ്വാധീനം എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് അവരുടെ ആ കലാവാസന എന്നിലേക്ക് വന്നിട്ടുണ്ടാവും. താളബോധം, അതായത് ഡാൻസ് കളിക്കാനുള്ളൊരു താളമൊക്കെ ചിലപ്പോൾ അപ്പൂപ്പൻ്റെ ചവിട്ട് നാടകത്തിൽ നിന്നൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല, ആ ജീനായിരിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര രാജാവായിട്ട് വാഴും, നല്ല രീതിയിൽ വരും എന്നുള്ളതായിരുന്നു അന്ന് അമ്മൂമ്മേനോട് പറഞ്ഞത്. അമ്മൂമ്മയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും രസമുള്ളവർ, അമ്മൂമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം പൃഥ്വിരാജിനായിരുന്നു. അമ്മൂമ്മ എപ്പോഴും പറയും നല്ല മുടുക്കം മോനാണെന്ന്. അമ്മയും പാവം അതിനും കാണാൻ പറ്റിയില്ല. അമറക്കുമ്പോഴത്തേക്ക് മുമ്പാണ് അമ്മൂമ്മയും മരിച്ചു പോയത്. ഇല്ലെങ്കിൽ അമ്മൂമ്മ ഉറപ്പായിട്ട് പൃഥ്വിരാജിനെ നേരിട്ട് കണ്ടാനെ. ഞാൻ രാജുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, രാജുവേട്ടൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ്. ഇനി വരാൻ പോകുന്നത് 2 പടമാണ്. ഒന്ന് മരതകം എന്ന് പറഞ്ഞ പടം. മരതകം ആൻഡോ ജോസഫ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ, വിഷ്ണു, സനുഷ, പിന്നെ നമ്മുടെ മീനാക്ഷി എന്ന് പറഞ്ഞാൽ 18+ ഹീറോയിൻ, അങ്ങനെ വരാനുള്ള പടം അതാണ്. അൻസാജ് ഗോപി ആണ് അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു പടമുള്ളത്. അത് വലിയൊരു പ്രതീക്ഷയുള്ള പടമാണ്. കാരണം മലയാളത്തിൽ ഇന്നേ വരെ വരാത്ത ടൈം ലൂപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഡിഫറെൻറ്റ് സിനിമയായിരിക്കും അത്. പിന്നെ ICU എന്ന് പറഞ്ഞത്, അതായത് താന്തോന്നി എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ജോർജേട്ടൻ സംവിധാനം ചെയ്യുന്നൊരു പടമാണ്. അതിൽ ഞാൻ ചെറിയ വേഷമാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അത് ഒരു പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇനി എൻ്റെ ഒരു പുതിയ പടം തുടങ്ങാൻ പോകുന്നു. ഈ വരുന്ന 25-ാം തീയതി പടം ഷൂട്ട് തുടങ്ങുകയാണ്. ഗുമസ്തൻ എന്നാണ് പേര്. അതിലൊരുപാട് പേരുണ്ട്. ഞാൻ മെയിനായിട്ട് ജെയ്സ് എന്ന് പറഞ്ഞ ആക്ടറാണ് അതിൽ മെയിൻ വേഷം ചെയ്യുന്നത്. അതിലും ഒരു ചെറിയ നല്ല വേഷത്തിലാണ്, ലീഡ് റോളല്ല അതിൽ, പക്ഷേ അതിലൊരു ഇമ്പോർട്ടൻറ്റ് വേഷം തന്നെയാണ്. അതിൽ ദിലീഷ് പോത്തൻ, പ്രശാന്ത് അലക്സാണ്ടർ, ആസീസ്, അങ്ങനെ ഒരുപാട് നല്ല ക്രൂവിൻ്റെ ഒപ്പമാണ്. അമൽ എന്ന് പറയുന്ന, എതിരെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടറാണ് പടം ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് നിലവിലുള്ള പ്രൊജക്റ്റ്. പിന്നെ എഴുത്ത് ഇനി വരാനുള്ളത് ഷാഫി സാറിൻ്റെ പ്രൊജക്റ്റ് ഉണ്ട്, നാദിർഷ്കയുടെ പ്രൊജക്റ്റ് ഉണ്ട്. അതാണ് എഴുത്തിൽ വരാനുള്ള പ്രൊജക്റ്റുകൾ. എല്ലാം കൂടെ ഇങ്ങനെ പോവുകയാണ്. എല്ലാത്തിനൊപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവുക. എന്നും നിങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. നല്ലത് പറയാനും ചീത്ത പറയാനും ഞാൻ കൂടുതലും മറ്റുള്ള ഒരാളിനേക്കാളും ഉപരി നിങ്ങളെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം നിങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച്.